നിയമസഭയിൽ മുഖ്യമന്ത്രിക്കോ പാർട്ടി MLA-മാർക്കോ മന്ത്രിമാർക്കോ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളോടൊന്നും തന്നെ ശരിയായ മറുപടി നൽകാൻ കഴിയുന്നില്ല. എന്നിട്ട് അതിനെല്ലാം മറച്ചു വെക്കാൻ ഗവർണറെ ആക്രമിക്കും എന്ന് പറയുക. ഗോവിന്ദൻ പറയുന്നത് CRPF വന്നാലും ഗവർണറെ വിടില്ല എന്നാണ്. ഗോവിന്ദന്റെ തലക്കെന്ത് തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗവർണർ, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കരിങ്കൊടി കാണിച്ച് വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കാം, പക്ഷെ വണ്ടിക്ക് ഇടിക്കാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഗവർണറുടെ സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ടാണ്